ഷക്കീല വരുമ്പോൾ വരുന്ന ആളുകൾ ഒരു പക്ഷെ ഉർവശി അവാർഡ് നേടിയ ഒരാൾ വരുമ്പോൾ വരില്ല. അതിന്റെ അർത്ഥം ആരാ നല്ല നാടി എന്നാണ്. വരുന്ന ആളുടെ എണ്ണം നോക്കിയാണ് പറയേണ്ടത്. കഞ്ചാവ് ഉപയോഗിച്ച് പിടിക്കാത്തൊരു കലാകാരനെ കേരളത്തിലെ ഒരു പട്ടികജാതി പട്ടികവർഗ സംഗമ വേദിയിൽ കയറ്റാനില്ല എന്നാണ് ഭരണകൂടം പറയുന്നതെങ്കിൽ കിരൺദാസ് മുരളി കയറിക്കോട്ടെ. അപ്പോൾ ഇവിടുത്തെ മൊത്തം കലാകാരന്മാരും സർക്കാരിന്റെ കണക്കിൽ അവിടെ കയറാൻ യോഗ്യതയില്ലാത്തവരാണ്. ഒരു തവണ ഒരാളെ സ്റ്റേജിൽ കയറ്റി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കഴിവില്ല അല്ലെങ്കിൽ അവർക്ക് സാധ്യതയില്ല. കയറ്റുന്ന വ്യക്തി എന്താണ് അർത്ഥം? കയറ്റുന്ന വ്യക്തി ഒരാഴ്ച മുന്നേ കേസിൽപ്പെട്ട വ്യക്തിയാണ്. ഇവിടുത്തെ സാധാരണക്കാരനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച CPM എന്ന പ്രസ്ഥാനത്തിന് ആളെ കൂട്ടണമെങ്കിൽ കഞ്ചാവ് അടിച്ച ആള് വേണോ? സണ്ണി ലിയോണോ ഷക്കീലോ വരണോ? ന്യൂനപക്ഷ സംഗമമാണെങ്കിൽ കൊണ്ടുപോകാൻ പിണറായി വിജയനോ VD സതീശനോ ചങ്കൂറ്റം ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. എന്തെന്നെ വിവാദമാക്കിയാലും എനിക്കെതിരെ എത്ര കേസെടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ധീരമായി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അടുത്ത തലമുറ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ നാടില്ല. അവിടെ DYFIയോ യൂത്ത് കോൺഗ്രസോ യുവമോർച്ചയോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇന്നലെകളിൽ ജാതി ഉണ്ടായത് ഇന്ന് ചൊറി കുത്തി പുണ്ണാക്കുന്നത് ജാതികൾ തമ്മിൽ അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അടിക്കരുത്, പക്ഷേ നമ്പൂരി നായാടിയും തമ്മിൽ അടിക്കണം. ആ ഉദ്ദേശം ചിലരിലുള്ളത് കൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. 10% സംവരണം കൊടുത്തിട്ടും അതിൽ 1.5% പാസ്സായി പോകുന്നുള്ളൂ. ആ വിഷയം ഇതേപോലെ സ്റ്റേജ് മക്കറി കാറിക്കൂവിയാൽ തീരണ വിഷയമല്ല. കഞ്ചാവ് വലിക്കുന്ന കുട്ടീനോട് വാ മോനെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിക്കാന്ന് പറയാൻ പറ്റില്ല. നീ വലിക്കരുത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിൽ ഭരണകൂടാതെ ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്നുണ്ട് അല്ലേ? കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കണം. സർക്കാർ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ ആകർഷിക്കണം അല്ലേ? ഇവിടെ വന്ന ഓരോ മയക്കുമരുന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ മതി. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഒരു സംഘപരിവാറുകാർ അല്ലേ, അവർക്ക് നേതൃത്വമുള്ളൊരു പാർലമെൻറ്റ്, അവർക്ക് ഭൂരിപക്ഷമുള്ളൊരു പാർലമെൻറ്റ് ദ്രൗപദി മുർമു എന്ന വനവാസി സഹോദരിയെ ഇന്ത്യയുടെ പ്രഥമ വനിതയാക്കിയത്. കേരളത്തിലെ ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒന്നുപോലും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉടമസ്ഥതയിലില്ല. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ ആളുകൾ 1% പോലും പട്ടികജാതി പട്ടികവർഗക്കാരില്ല. ഇത് എനിക്ക് വീണ്ടും വീണ്ടും പുഷപ്പാണ്. കാരണം ഞാൻ പറഞ്ഞത് എവിടേക്കോ കൊള്ളുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും പറയുന്നത് കൊള്ളേണ്ട അടുത്ത് കൊള്ളുന്നുണ്ട്, പൊള്ളണ്ടവർക്ക് പൊള്ളുന്നുണ്ട്. അതന്നെയല്ലേ എന്റെ ഉദ്ദേശം. ഇങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവ് സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോൾ ആരെയാണ് പറയുന്നത്? വേടൻ എന്നൊരാളെയാണ്. അല്ല, അദ്ദേഹം ഏതാ കാസ്റ്റ്? പൊലേര് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, എനിക്കിപ്പോഴും അറിയില്ല, അപ്പോഴും പറയുമ്പോഴും അറിയില്ല. കാരണം ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന്റെ ജാതി നോക്കി അദ്ദേഹത്തിന് സാഹിത്യ സൃഷ്ടിയെ വിലയിരുത്താൻ പറ്റില്ല. ഞാൻ വായിക്കുന്ന രാമായണം എഴുതിയത് വേടനാ, വാത്മീകി വേടനാണ്, ആദിവാസിയാണ്. ആ വേടൻ എഴുതിയ രാമായണമാണ് ഞാൻ ഇന്നും ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നത്. ഞാൻ ആധികാരിക ഗ്രന്ഥമായി കരുതുന്ന എൻ്റെ വേദങ്ങൾ അതൊരു മുക്കുവനാണ് 4ആയി രചിച്ച് സാധാരണക്കാരന് തന്നിരിക്കുന്നത്. ആ മുക്കുവൻ അല്ലെങ്കിൽ മുക്കുവൻ 4ആയി രചിച്ച വേദത്തിന് എനിക്ക് പ്രശ്നമില്ലെങ്കിൽ എൻ്റെ പരമശിവൻ കിരാതനാണ്, കിരാതമൂർത്തിയായിട്ടാണ്. കിരാതൻ വേടനാ, കിരാതമൂർത്തിയായിട്ടാണ് ഞാൻ ആരാധിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ ജാതി നോക്കിക്കൊണ്ട് സാഹിത്യ സൃഷ്ടിയോ കലാസൃഷ്ടിയോ എടുക്കാൻ സാധിക്കും? ഇവിടെയുള്ള സംഗീത സംവിധായകരിൽ, ഗായകരിൽ സവർണ വിഭാഗത്തേക്കാൾ കൂടുതൽ അവർണ വിഭാഗമാണ്. അവരെ ആ ജാതിയുടെ ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവരുടെ പാട്ട് നോക്കിയാണ് നമ്മളൊക്കെ അംഗീകരിച്ചത്, അല്ലാതെ അവരുടെ ജാതി നോക്കിയല്ല അംഗീകരിച്ചത്. ഇവിടെ അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നോ അത് എന്താണ് പറഞ്ഞതെന്നോ ആർക്കും കേൾക്കണ്ട. ഇനിയിപ്പോൾ കേട്ടില്ല, എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവസര നിഷേധത്തിനും അവരുടെ ഫണ്ട് വകമാറ്റുന്നതിനും അവർക്ക് സ്കൂൾ തുറക്കാറാകുമ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടാനുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇതിന് വേണ്ടിയാണ്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. 13 കളക്ടറേറ്റിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഹിന്ദു ഐക്യവേദി അതെന്തിനാന്ന് ആരും അന്വേഷിച്ചില്ല. ഈ വാക്കും കൊത്തിപ്പിടിച്ചു പോയി. 13 കളക്ടറേറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഞങ്ങൾ എത്തിയത് പ്രധാനമായി പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, അവസരങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് SSLCക്ക് മേപ്പോട്ടുള്ള ലംസം ഗ്രാൻഡ് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല. അവരുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കുന്നില്ല. അവർക്ക് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. ഗവേഷണ വിദ്യാർത്ഥികൾ പട്ടിണിയില്ല. അവരുടെ വളരെ 1%, 1/2% ഗവേഷണത്തിലേക്ക് എത്തുന്നുള്ളൂ പട്ടികജാതി കുട്ടികൾ. അവർക്ക് ഫണ്ട് കൊടുക്കാതെ അവരതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അപ്പം ഈ എന്താണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ജാതിയുടെ പേരും പറഞ്ഞ് ഓടുന്നവർ ഇവരെയാണ് സംരക്ഷിക്കേണ്ടത്. വളരെ ബുദ്ധിമുട്ടി അട്ടപ്പാടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കോളനികളിൽ നിന്നൊക്കെ പഠിച്ച് മുന്നോട്ട് വന്ന് ഗവേഷണം വരെ എത്തിയ കുട്ടികളെ അത് ഇട്ടു പോകേണ്ട സ്ഥിതിയാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ പഠനത്തിന് ചേരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ 15% മാത്രമാണ് പാസ്സായി പോകുന്നത്.
85% ഒന്നുകിൽ തോറ്റു പോകുന്നു, അല്ലെങ്കിൽ പഠനം നിർത്തി പോകുന്നു. ഇത്തരം യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾ കളക്ടറേറ്റിന് മുന്നിൽ എത്തിയത്. അവർക്ക് പഠിക്കേണ്ടെന്നുണ്ടായിട്ടില്ല. അവർ ജന്മനാ ബുദ്ധി കുറവുള്ളവരല്ല. ബുദ്ധിയൊന്നും ഒരു ജാതിക്കനുസരിച്ച് ബുദ്ധി കൂടിയേ കുറയില്ല. പക്ഷെ അവർക്ക് പഠിച്ച് മുന്നേറണമെങ്കിൽ അതിനനുസരിച്ച് ഒരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ സ്റ്റേറ്റ് സംജാതമാക്കി കൊടുക്കണം. അത് ആക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അതായത് 10% സംവരണം അവർക്ക് ഉന്നത വിദ്യാഭ്യാസ ഇതിലുണ്ട്. 100 സീറ്റ് ഉണ്ടെങ്കിൽ 10 സീറ്റ് അവർക്കുള്ളതാണ്. പക്ഷേ ഈ 10 സീറ്റ് കയറിയ കുട്ടിയിൽ 8 കുട്ടിയും തോൽക്കുകയാണ്, അല്ലെങ്കിൽ 8 കുട്ടിയും പഠനം പൂർത്തിയാക്കണം. ഒരു 2 കുട്ടി കഷ്ടകാലത്തിന്2 1.5 ആവറേജ്. 2 കുട്ടി പോലും പാസ്സായി പോകുന്നില്ല. ഇതാണ് കാണേണ്ടത്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ ഇയാളേതാ ജാതി, ഇതല്ല നോക്കേണ്ടത്. ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ ഇത് സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ കഴിവുള്ള കാര്യമാണ്. ഇതിന് അവരെ ബധിരകരണങ്ങളിൽ ചില കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവർക്ക് മുന്നിലെത്തിയത്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ 10% പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് അവകാശപ്പെട്ടതാണ് നിയമപ്രകാരമായിട്ട്. പക്ഷേ ആ അവകാശപ്പെട്ടതിൽ 6500 കോടി രൂപയാണ് ലാപ്സാക്കിയത്. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് 6500 കോടി രൂപ ലാപ്സാക്കി. ഭരണകക്ഷിയുടെ യുവജന സംഘടന DYFI എനിക്കെതിരല്ല കേസ് കൊടുക്കേണ്ടത്. 6500 കോടി ലാപ്സാക്കിയ ഗവൺമെൻറ്റിനെതിരെ ഒരു കൊടി പിടിക്കാൻ പറ്റുമോ അവരെ കൊണ്ട്? ഈ 6500 കോടിയിൽ ഏതൊക്കെ പെടുമെന്നറിയോ? അവരുടെ വിവാഹ സഹായം പറ്റും. അതായത് പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് കൊടുക്കണ ഫണ്ട് പകുതിയിലധികം ലാപ്സാക്കി കളഞ്ഞു. അവരുടെ കല്യാണം നടക്കാനിട്ടാ, അവർക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാ, അവരെ അപേക്ഷിക്കാഞ്ഞിട്ടാ, അവർക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. കാരണം പാലക്കാട് നടന്നത് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതി പട്ടികവർഗ സംഗമമാണ് മലമ്പുറയിൽ നടത്തിയത്. അതിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. അത് കഴിഞ്ഞതിൻ്റെ 2ാം ദിവസമാണ് ഞങ്ങളുടെ ധർണ അവിടെ നടക്കുന്നത്. ഞങ്ങളൊരു മാസം മുന്നേ പ്രഖ്യാപിച്ച ധർണയാണ്, ഇതിന് ശേഷം പ്രഖ്യാപിച്ചതല്ല. അപ്പോൾ ഈ ധർണ വരുമ്പോൾ തീർച്ചയായും പറയണം. കാരണം ഫണ്ട് വകമാറ്റുന്നതിനെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെ ഫണ്ട് വകമാറ്റുകയാണ് ചെയ്തത്. അവിടെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മലമ്പുഴയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ആരും ശ്രദ്ധിക്കാത്ത, ആരും പരിപോഷിപ്പിക്കാത്ത ഒരുപാട് കലാരൂപങ്ങളുണ്ട്. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ തനതായ കലാരൂപങ്ങളുണ്ട്. അത് നിലനിന്ന് പോകണം. അത് ജാതി വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല, അത് ഈ നാടിൻ്റെ പൈതൃകം. അത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തെയ്യം നാടിൻ്റെ പൈതൃകമാണ്. തെയ്യം കെട്ടുന്നൊരു പ്രത്യേക വിഭാഗമാണ് തെയ്യം കെട്ടുന്നത്. അപ്പോൾ ആ ജാതി വ്യവസ്ഥ നിലനിർത്താനല്ല തെയ്യം നിലനിർത്തുന്നത്. പക്ഷെ തെയ്യം എന്നതൊരു സംസ്കൃതിയാണ്. ഈ തെയ്യം കെട്ടുന്നവർ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്നാലും അവർ നിലവിളക്ക് വെച്ച് സ്വീകരിക്കും. കാരണം അത് വരുന്നത് അവർ ദൈവമായിട്ടാണ്. അതാണ് ഞങ്ങളുടെ ഈ നാടിൻ്റെ സംസ്കൃതി. അങ്ങനെയാണ്. ആര് തന്നെ ഇത്തരത്തിലുള്ള അനുഷ്ഠാന കലാരൂപങ്ങളുമായി വന്നാൽ ഞങ്ങൾ നിലവിളക്ക് നിറപറിയും വെച്ചാണ് അവർ സ്വീകരിക്കുക. അതിൽ ജാതി ഭേദമൊന്നും ആ കാര്യത്തിലില്ല. അപ്പോൾ അത്തരം ധാരാളം കലാരൂപങ്ങളുണ്ട്. അവർക്ക് 10,000-ങ്ങളെ ആകർഷിക്കാനുള്ള കഴിവില്ല. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ലക്ഷങ്ങൾ ഏക്കം പറഞ്ഞ് ആരും കൊണ്ടുപോകില്ല. ഇപ്പോൾ 6 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി, ഇവരുടെ പരിപാടി ആരും ബുക്ക് ചെയ്ത് കൊണ്ടുപോകില്ല. അപ്പോൾ ഇവർക്ക് ആരാ സംരക്ഷണം കൊടുക്കേണ്ടത്? അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ ഇവരെ കൊണ്ടുവന്ന് ആദരിക്കണ്ടേ? അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കണ്ടേ? അവർക്കതിൻ്റെ 10 ഉറുപ്പ്യ കിട്ടണ്ടേ? അവരതുകൊണ്ട് റേഷൻ വാങ്ങണ്ടേ? അവരുടെ പൈസയാണ് അല്ലേ? അവരുടെ കലാകാരന്മാരെ വേറെ ആരാ പ്രോത്സാഹിപ്പിക്കുക? അതിൻ്റെ അർത്ഥം അവർ വേറൊരു കളിയും കളിക്കരുത് എന്നുള്ളതല്ല. അവരെല്ലാ കലാരൂപവും പഠിക്കണം. അവർ കഥകളി വെച്ചാൽ കഥകളി പഠിക്കണം. അവർ വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് കളിക്കണം. ഈ റാപ്പ് എന്താണെന്ന് എനിക്ക് പറയാറില്ല കേട്ടോ. കാരണം ഞാൻ ആ സാധനം കണ്ടിട്ടുമില്ല, എനിക്കൊട്ട് അതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കലാരൂപങ്ങളെ അത് പട്ടികജാതി അതിന് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ പഠിപ്പിക്കട്ടെ, കുഴപ്പമില്ല. അവരെ പഠിപ്പിക്കണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടാ കാര്യത്തിനില്ല. ഞങ്ങൾക്ക് ആർക്കും അതിൽ എതിർപ്പില്ല. മാത്രമല്ല സന്തോഷമാണ് അവരെ പിടിച്ച്. കാരണം ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൈപിടിച്ച് കയറ്റിയാൽ ആനന്ദിക്കണവരല്ലേ നമ്മളൊക്കെ. അവർക്ക് എവിടെയും വിലക്കുകൾ ഉണ്ടാവരുത്. അവരുടെ ആകാശം ഉന്നതമായിരിക്കണം. അവർക്ക് എവിടെയും ഉയർന്നു പോകാൻ പറ്റണം. പക്ഷെ അതിൻ്റെ അർത്ഥം തനതായ ചിലത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് അവരിലൂടെ മറ്റുള്ളവർ പഠിച്ചെടുത്താൽ നല്ലതാണ്. പക്ഷേ അത് നമ്മൾ കാത്തില്ലെങ്കിൽ ആ കലാരൂപങ്ങൾ നശിച്ചു പോകും. എന്തിനാണ് നമ്മൾ യുവജനോത്സവങ്ങളിൽ പൂരക്കളി അല്ലെങ്കിൽ അതുപോലുള്ള കലാരൂപങ്ങളൊക്കെ പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ആ കല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എത്രയോ കലാരൂപങ്ങൾ യുവജനോത്സവങ്ങളിൽ മത്സരനായിട്ട് വരേണ്ട പരിചയമുട്ടുകളിയുണ്ട്, പൂരക്കളിയുണ്ട് അല്ലേ? ഇങ്ങനെ പല പല കലാരൂപ ഗോത്രവർഗ്ഗ കലകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാതി നിലനിർത്താൻ വേണ്ടിയാണോ? അപ്പം മിനിഞ്ഞാന്ന് മാതൃഭൂമിയും മനോരമയും എഡിറ്റോറിയൽ ചെയ്ത ഈ വിഷയമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറുന്നു, നശിക്കുന്നു. പക്ഷെ പരിഹാരം വരില്ല. ഇതിങ്ങനെ കണ്ടിട്ട് പോണ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കേണ്ടവരാണോ നമ്മൾ? അല്ലല്ലോ. അതിന് നമ്മുടെയൊക്കെ പേര് ചീത്തയായാലും വേണ്ടില്ല. കുട്ടികളെ രക്ഷപ്പെടുത്താൻ എന്ത് ചീത്തയാക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ 36 കൊല്ലം അധ്യാപികയായിരുന്നു, ഒരമ്മയാണ്, അമ്മൂമ്മയാണ്. അതുകൊണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെന്നെ വിവാദമാക്കിയാലും, എനിക്കെതിരെ എത്ര കേസെടുത്താലും
എനിക്ക് കുഴപ്പമില്ല. ഞാൻ ധീരമായി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അടുത്ത തലമുറ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ നാടില്ല. നമ്മൾ നേടിയ ഒരു പുരോഗതിയില്ല, ഒരു രാഷ്ട്രീയവും ഇല്ല അതിൻ്റെ അപ്പുറത്ത്. അവിടെ DYFIയോ യൂത്ത് കോൺഗ്രസ്സോ യുവമോർച്ചയോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അടുത്ത ഒരു ഭാവിയില്ല. ബോധവൽക്കരണം കൊണ്ട് കാര്യമില്ല. ചാടിക്കളിക്കുന്ന കുട്ടിയോട് ചാടിക്കളിക്കരുത് എന്നല്ല പറയേണ്ടത്, മോനെ ഇവിടെ വായോ, നമുക്ക് ഇതായിരുന്നിട്ട് ഇത് കളിക്കാട്ടോ, ഞാനും കൂടാം. അതാണ് അതിനുള്ള പരിഹാരം. നീ ഇങ്ങോട്ട് വായോ, നമുക്ക് ഇന്ന കളി കളിക്കാട്ടോ, അല്ലാതെ നീ അത് കളിക്കരുത് എന്നല്ല. കഞ്ചാവ് വലിക്കുന്ന കുട്ടീനോട് വാ മോനെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിക്കാന്ന് പറയാൻ പറ്റില്ല. നീ വലിക്കരുത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പകരം ആ കുട്ടിയുടെ സമയം, കൂടുതൽ വരുന്ന സമയം മറ്റുമല്ല നല്ല കാര്യങ്ങൾ. എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് സർക്കാർ? അത് ശരി, ഈ ചെയ്ത വ്യക്തിയെ കൊണ്ടുവന്നിട്ടാണോ പറയേണ്ടത്? മക്കളെ ചെയ്ത വ്യക്തിയാണ് കേട്ടോ ഈ നിൽക്കണത്. എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഈ കേരളത്തിലെ ജയിലുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അനുവാദം കിട്ടും. തെറ്റുപറ്റി എന്ന് പറയാത്ത ഒരു കുറ്റവാളി കിടക്കുന്നുണ്ടോ അവിടെ? ഉണ്ടോ? അപ്പൊ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അവരൊക്കെ തുറന്നു വിടണ്ടേ? തിരുത്താൻ പറ്റിയ തെറ്റുകളില്ല. അല്ല, അവരെ പീഡിപ്പിച്ച ഒരാൾക്ക് ആ തെറ്റ് തിരുത്താൻ പറ്റില്ല. അങ്ങനെയാണ് തിരുത്താൻ പറ്റുന്ന തെറ്റും തിരുത്താൻ പറ്റാത്ത തെറ്റ്. ഇപ്പൊ ഞാൻ പിന്നെ നിങ്ങളെ ചീത്ത വിളിച്ചു അല്ലെ, എനിക്ക് തെറ്റി, മതിയോ? എനിക്ക് തിരുത്താൻ പറ്റില്ല. അതെങ്ങനെ തീരുന്നത്? കാരണം ആ തെറി അവിടെ പോയി മായ്ക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ചീത്ത അവിടെ പോയി തിരുത്താൻ പറ്റുമോ? അപ്പോൾ കുറ്റത്തിന് അങ്ങനെ തിരുത്താൻ പറ്റണതാണോ പറ്റാത്തതാണോ എന്നില്ല. കുറ്റസമ്മതമല്ല, അത് ചിലപ്പോൾ അത് മതിയായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ആൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരുന്നില്ല. കുറ്റവാളികളല്ലാത്ത ആളുകൾ ഈ നാട്ടിലില്ലെങ്കിൽ ഇവരെയൊക്കെ ഉപയോഗിക്കാം. കുറ്റവാളികളല്ലാത്ത ഒരാളെ, കഞ്ചാവ് ഉപയോഗിക്കാത്ത ഒരാളെ, കഞ്ചാവ് ഉപയോഗിച്ച് പിടിക്കാത്തൊരു കലാകാരനെ കേരളത്തിലെ ഒരു പട്ടികജാതി പട്ടികവർഗ സംഗമവേദിയിൽ കയറ്റാനില്ല എന്നാണ് ഭരണകൂടം പറയുന്നതെങ്കിൽ ഹിരൺദാസ് മുരളി കയറിക്കോട്ടെ, വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ. പുള്ളി സമ്മതിക്കെങ്കിലും ചെയ്തുല്ലോ ഞാൻ ചെയ്തു എന്ന്. അപ്പോൾ ഇവിടുത്തെ മൊത്തം കലാകാരന്മാരും സർക്കാരിൻ്റെ കണക്കിൽ അവിടെ കയറാൻ യോഗ്യതയില്ലാത്തവരാണ്. കഞ്ചാവ് ഉപയോഗിച്ചില്ല എന്നാണോ അവർ? ഒരു തവണ ഒരാളെ സ്റ്റേജിൽ കയറ്റി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കഴിവില്ല അല്ലെങ്കിൽ അവർക്ക് സാധ്യത ഇല്ല. ഈ കയറ്റുന്ന വ്യക്തി എന്താണ് അർത്ഥം? കയറ്റുന്ന വ്യക്തി ഒരാഴ്ച മുന്നേ കേസിൽപ്പെട്ട വ്യക്തിയാണ്, കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തിയല്ല. അയാളുടെ കഴിവിന് കഴിവില്ലായ്മ എന്ന് ഒരു കുറ്റം, അത് അവരുടെ കഴിവ് ജയിൽ കലാമേളകളിൽ മുഴുവൻ ആൾക്കാരെ ആകർഷിക്കുന്നില്ല. ആൾക്കാരെ ആകർഷിക്കുന്ന ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഷക്കീല വരുമ്പോ വരുന്ന ആളുകള് ഒരു പക്ഷെ ഉർവശി അവാർഡ് നേടിയ ഒരാൾ വരുമ്പോ വരില്ല. അതിന്റെ അർത്ഥം ആരാ നല്ല നാടി എന്നാണ്? വരുന്ന ആളുടെ എണ്ണം നോക്കിയാണോ പറയേണ്ടത്? വരുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ലഹരിക്ക് എതിരെ പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരാ കൂടുതൽ. അപ്പൊ അവരുടെ കൂടെ നിന്ന് കഴിച്ചോന്നാണ് ഞാൻ ചോദിക്കട്ടെ. പറയരുത്. CPM-കാര് നിങ്ങൾക്കെതിരെ കേസെടുക്കും. കാരണം കേരളം 2 ടേം തുടർച്ചയായി ഭരിച്ച 57 മുതൽ മാറിയും മറിഞ്ഞും ഭരണത്തിലിരുന്ന ഇവിടുത്തെ സാധാരണക്കാരനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച CPM എന്ന പ്രസ്ഥാനത്തിന് ആളെ കൂട്ടണമെങ്കിൽ കഞ്ചാവ് അടിച്ച ആള് വേണോ? സണ്ണി ലിയോണോ ഷക്കീലോ വരണോ? ഇത് പണ്ട് കേട്ടിട്ടുണ്ട്, സമ്മേളനാനന്തരം മറ്റേ സിൽക്ക് സ്മിതയുടെ ഡാൻസ് ഉണ്ടായിരിക്കും എന്ന് ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാർ അനൗൺസ് ചെയ്തു നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. ആ ഗതികേടിലാണല്ലോ കേരളത്തെ CPM. ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് രാഷ്ട്രീയമായി അവരോട് എതിർപ്പുണ്ട്, പക്ഷെ അവരെ ഞാൻ ബഹുമാനിക്കുന്നു. അവരൊക്കെ അങ്ങനെ ആളെ കൂട്ടണമെങ്കിൽ ഇതേപോലെയുള്ള പരിപാടിയൊക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കുക പറയണവർക്കെതിരെ. മാത്രമല്ല അത് വാസ്തവമല്ല. ഇന്നും ആളെ കൂട്ടാനുള്ള കഴിവൊക്കെ CPM-നുണ്ട്. ഇന്നും സാധാരണക്കാരൻ അവരുടെ കൂടെ കുറേ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയാം. അല്ലാതെ അവർക്ക് അധികാരത്തിൽ കയറാൻ പറ്റില്ലല്ലോ. അവരവരുടെ പരാജയം സമ്മതിക്കുകയാണോ? ഞങ്ങൾക്ക് ഇങ്ങനെ ആള് എവിടെയാണോ ആള് പറഞ്ഞത്, കഞ്ചാവ് കൊടുക്കണോടത്ത് അവർ പക്ഷേ ആള് കൂടുതൽ വരിക എങ്കിൽ ഭരണകൂടം. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നുണ്ട് അല്ലേ, കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കണം, സർക്കാർ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ ആകർഷിക്കണം അല്ലേ. ഇവിടെ വന്ന ഓരോ മയക്കുമരുന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ മതിയോ? കുട്ടികളെ ആകർഷിക്കുന്നതാണ് അല്ല കൊടുത്ത് അങ്ങനെ ആളെ കൂട്ടാൻ പറ്റുമോ സർക്കാരിന്? ഒരിക്കലില്ല. എങ്കിൽ അതേപോലെയുള്ള ചില മര്യാദകൾ ഇവിടെയും വേണം. സർക്കാരിന് ഇതുപോലെ ആളെ കൂട്ടാൻ പറ്റില്ല എങ്കിൽ അതുപോലുള്ള ചില മര്യാദകൾ സർക്കാർ വേദിയിലും ആവശ്യമാണ്. എങ്ങനെ ആളെ കൂട്ടാൻ പറ്റില്ല? സർക്കാർ സ്കൂളിലേക്ക് വരും, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അതിന് ഒരു മര്യാദയുടെ അകത്ത് നിന്നുകൊണ്ടാണ് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതേ മര്യാദ സർക്കാരിൻ്റെ എല്ലാ വേദികളിലും ആവശ്യമാണ്. ഇത്രേ പറഞ്ഞോളൂ. ബാക്കി എവിടെ വേണമെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ വേണമെങ്കിൽ വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. സർക്കാർ വേദിയിൽ വരരുത്. ഞങ്ങൾക്ക് അത്രമാത്രം ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിൽ പരാമർശിക്കാനുള്ളൂ. അദ്ദേഹം നല്ല കലാകാരനാവട്ടെ, ഇവിടെ നിന്ന് നിന്നാൽ പോരൊക്കെ ലോകം ശ്രദ്ധിക്കണ എനിക്ക് അഭിമാനിക്കാമല്ലോ എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട്, എനിക്ക് എന്നെപ്പോലെ കറുത്ത ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സ്വകാര്യത കറുത്തവൻ്റെ സംഗീതത്തെ ഞാൻ എതിർത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊക്കെ ഉണ്ടായ സന്തോഷം എന്താ അറിയോ? കാരണം ഞാൻ വെളുത്തിട്ടാവുകൊണ്ടാണല്ലോ ഞാൻ കറുത്തവൻ്റെ സംഗീതത്തെ എതിർത്തത്. എന്ത് വിഡ്ഢിത്തമൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്.
ഞാൻ കറുത്തവൻ്റെ അങ്ങനെ പിന്നെ അങ്ങോട്ട് നിർമ്മിക്കാൻ ചിലർ എന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആ നിലക്കൊക്കെയാണ് പറയുന്നത് ടീച്ചർക്ക് കറുത്തവൻ്റെ സംഗീതം പറ്റില്ല. ഞാൻ കാക്ക കറുപ്പായിട്ട് വളർന്നു ഇപ്പോഴും വെളുത്തിട്ടല്ല പറയണത്. എനിക്ക് കറുപ്പിനോട് ഏതെങ്കിലും തരത്തിൽ വിരോധം ഉണ്ടാവുമോ? അപ്പം ഇതൊക്കെ ഇടക്കാണ് പറഞ്ഞുണ്ടാക്കണത്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാം ഈ പറഞ്ഞ പോലെ എന്നെപ്പോലെ കറുത്തൊരു വ്യക്തി, എൻ്റെ നാട്ടുകാരനായൊരു വ്യക്തി ലോകമറിയട്ടെ. നാളെ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് പരിപാടി അവതരിപ്പിക്കണം. പക്ഷെ അതിന് കുറച്ച് ഈ കേസൊക്കെ ഒന്ന് പോട്ടെ, ഈ കേസൊക്കെ ഒന്ന് അതി കുറ്റവിമുക്തനായി തള്ളട്ടെ. അതിനുശേഷം നമുക്ക് അത്തരം വേദികളെ പറ്റി ആലോചിക്കാം. അതുവരെ സ്വകാര്യ വേദികളിൽ പുള്ളിയുടെ കലാരൂപവുമായി മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ ടീച്ചർ എന്തായാലും ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം എന്ന് പറഞ്ഞുകൂടാ, എനിക്ക് ആ പറഞ്ഞ കാര്യത്തിനോടുള്ള ഞാൻ പട്ടികജാതി പട്ടികവർഗ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് സാന്ദർഭികമായി പറഞ്ഞു. 30 മിനിറ്റ് നീണ്ട പ്രഭാഷണത്തിൽ 3 മിനിറ്റ് പോലും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. അതെ. ഈ പറഞ്ഞ ഒരു മാധ്യമവും എനിക്ക് തോന്നുന്നില്ല 30 മിനിറ്റ് പ്രഭാഷണം കേട്ടിട്ടുണ്ട്, ഒരാളും കേട്ടിട്ടില്ല. ജനൻ TV ഫുള്ളായിട്ട് ലൈവ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓൺലൈൻ ഇതിലത് പ്ലാറ്റ്ഫോമിൽ അത് ലഭ്യമാണ്. പക്ഷെ അവരൊഴിച്ച് വേറൊരു മാധ്യമവും, കാരണം കേൾക്കണ്ടല്ലോ, എന്തിനാ കേൾക്കണം? ഞങ്ങൾക്ക് കിട്ടേണ്ടത് അവിടുന്ന്. അത് തന്നെ ആ പ്രചരിപ്പിക്കുന്ന അവിടുന്ന് ഇവിടുന്ന് കൊടുത്ത 2-3 കഷ്ണങ്ങളാണ്, എഡിറ്റ് ചെയ്ത 2-3 കഷ്ണങ്ങളാണ് ആ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ മാധ്യമങ്ങളിൽ വന്നത്. അപ്പോൾ ആർക്കെങ്കിലും ടീച്ചർ എന്താ പറഞ്ഞ് എന്നാൽ 30 മിനിറ്റ് ഒന്ന് കേൾക്കാനുള്ള ഒരു ശ്രദ്ധ കേരളത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഈ പട്ടികജാതിക്കാരുടെ വിഷയം പരിഹരിക്കുകയാണ്. ഇപ്പം ന്യൂനപക്ഷ വകുപ്പ് നടത്തുന്നൊരു പരിപാടിയായിരുന്നു നടത്തിയിരുന്നതെന്ന് കൂട്ടുക. ന്യൂനപക്ഷ സംഗമം നടത്തുന്നു, മുഖ്യമന്ത്രി ഹിരൺദാസിനെ അവിടെ കൊണ്ടുപോകുമായിരുന്നു, ഈ കല അവിടെ അവതരിപ്പിക്കുമായിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ കല അവതരിപ്പിക്കുക. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ന്യൂനപക്ഷ സംഗമം നടത്തട്ടെ, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഹിരൺദാസ് എന്ന വ്യക്തിയെ ന്യൂനപക്ഷ സംഗമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി പരിപാടി അവതരിപ്പിക്കട്ടെ, എന്നിട്ട് എന്നെ ചീത്ത പറയാൻ പറ്റേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സമുദായത്തെ അപമാനിച്ചു. ഒരു കുറ്റവാളി, ഒരു കേസിൽ പെട്ടൊരു വ്യക്തിയെ അവരുടെ മുന്നിൽ കൊണ്ടുപോയി ആ സമൂഹത്തെ അപമാനിച്ചു. നേരെ മറിച്ച് ന്യൂനപക്ഷ സംഗമമാണെങ്കിൽ കൊണ്ടുപോകാൻ പിണറായി വിജയനോ VD സതീശനോ ചങ്കൂറ്റം ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട സ്ഥിതി, ഞങ്ങൾക്ക് വർഗീയത പറയേണ്ടി വരുമായിരുന്നില്ല. ആ ചങ്കൂറ്റം അവർക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ ആ ചങ്കൂറ്റം അവർ കാണിച്ചാൽ നിങ്ങൾ ഈ പറച്ചിൽ നിർത്തും? തീർച്ചയായും. പിന്നെന്താ, ഞങ്ങൾക്ക് വേറെ യാതൊരു ലക്ഷ്യമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പദവി കിട്ടുകയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ലക്ഷ്യമില്ല. സമൂഹത്തിൽ നീതി നടപ്പാവുക എന്നതിൽ കവിഞ്ഞ് ഒരു ലക്ഷ്യവും ഞങ്ങൾക്ക് നടപ്പാക്കാനില്ല. ഇങ്ങേയറ്റം പട്ടികജാതി വിഭാഗങ്ങൾ പോലും അന്യോന്യം അയിത്തം അനുഷ്ഠിച്ചിരുന്ന, അല്ലെങ്കിൽ അന്യോന്യം വിവാഹം കഴിക്കില്ല, അന്യോന്യം ഭക്ഷണം കഴിക്കില്ല, ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഇന്നലെകളിലുണ്ടായിരുന്നു. ഇന്നത് പഠിക്കുന്നത് രസമാണ്. അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടി നമ്മൾ അതൊക്കെ പഠിക്കുക. അല്ലാതെ അത് ഇന്നിവിടെ ഉണ്ട്, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നവരെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇന്നത് ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ പേടിക്കണത്? അതെന്തുകൊണ്ട് നമ്മൾ മാപ്പിളലഹളക്കാലത്ത് ഇന്നത് ഉണ്ടായില്ലേ അത് ഒളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അകലരുത്. അതുകൊണ്ടാണ് ഇന്നലെകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, നമ്മൾ അതിങ്ങനെ ചൊറി കുത്തി പുണ്ണാക്കരുത് എന്ന് പറയണം. അപ്പോൾ ഇന്നലെകളിൽ ജാതി ഉണ്ടായത് ഇന്ന് ചൊറി കുത്തി പുണ്ണാക്കുന്നത് ജാതികൾ തമ്മിൽ അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അടിക്കരുത്, പക്ഷേ നമ്പൂരി നായാടിയും തമ്മിൽ അടിക്കണം. ആ ഉദ്ദേശം ചിലരിലുള്ളത് കൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെ ആരും നമ്പൂതിരിയും ശ്രേഷ്ഠനല്ല, നായാടിയും ശ്രേഷ്ഠനല്ല. അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തിയുമാണ് അവരുടെ ശ്രേഷ്ഠതയ്ക്ക് നിദാനമായത്. പൂജ പഠിച്ചാൽ, ജീവിത രീതി പിൻപറ്റിയാൽ ഏത് നായാടിയാണെങ്കിലും പൂജാതി കർമ്മങ്ങൾക്ക് അർഹനാണ് എന്നുള്ളത് കേരളത്തിൽ അത്തരം തീരുമാനമെടുപ്പിച്ചത് സംഘപരിവാർ സംഘത്തിൻ്റെ NR മധുച്ചേട്ടനെ പോലെ തന്നെ. NR മധുച്ചേട്ടൻ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്, മാധവ്ജി എന്ന് പറഞ്ഞൊരു RSSൻ്റെ പ്രചാരകനാണ്. അത്തരത്തിൽ ഇവിടുത്തെ തന്ത്രിമാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയൊരു തീരുമാനമെടുത്തത് ജന്മം കൊണ്ടല്ല പൂജയ്ക്കുള്ള അർഹത, അതിന് കഴിവാണ്, പഠനമാണ് ആധാരം, പഠിച്ച ആർക്കും പൂജിക്കാം. കേരളത്തിലെ എല്ലാ തന്ത്രിമാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന തീരുമാനമെടുപ്പിച്ചത് RSS എന്ന പ്രസ്ഥാനമാണ്. ഏത് വിഭാഗക്കാർ പൂജ പഠിക്കാൻ വേണ്ടിയിട്ട് തന്ത്രവിദ്യാപീഠം, ആലുവയിൽ തന്ത്രവിദ്യാപീഠം എന്ന സ്ഥാപനം ഉണ്ടാക്കിയത് RSS ആണ്. അവരുടെ ശ്രമഫലമായിട്ടാണ്, ഈ മാധവജിയുടെ ശ്രമഫലമായിട്ടാണ് തന്ത്രവിദ്യാപീഠം ഉണ്ടായത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് അടക്കം എല്ലാ വിഭാഗക്കാരെയും പൂജയ്ക്ക് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെവിടുന്നാണ് പൂജ പഠിച്ചത്? അവർ പൂജ പഠിച്ചത് RSSൻ്റെ സ്ഥാപനത്തിൽ നിന്നാണ്. RSSൻ്റെ കീഴിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഇതിലൊന്നും ജാതി നോക്കിയല്ല പൂജാരിയെ വെക്കുന്നത്. ഇതിലൊക്കെ പല ജാതിയിൽപ്പെട്ട പൂജാരിമാരുണ്ട്. അല്ലാതെ ജന്മം കൊണ്ട് ജാതി നോക്കിയല്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ എന്നോ അത്തരം വിപ്ലവം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിതൊന്നും ചെണ്ടെടുത്ത് കൊട്ടിയിട്ടല്ല നടത്തുന്നത്. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ്
ഒരു സംഘപരിവാറുകാർ അല്ലേ, അവർക്ക് നേതൃത്വമുള്ളൊരു പാർലമെൻറ്റ്, അവർക്ക് ഭൂരിപക്ഷമുള്ളൊരു പാർലമെൻറ്റ് ദ്രൗപദി മുർമു എന്ന വനവാസി സഹോദരിയെ ഇന്ത്യയുടെ പ്രഥമ വനിതയാക്കിയത്. അപ്പം ഞങ്ങൾ വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ. ടീച്ചർ അപ്പോഴും ഞാൻ പറഞ്ഞത് ആ പാട്ടിന്റെ വരികളിലുള്ള ഒരു അർത്ഥം മാത്രമാണ്. ഇന്നാർ മധുചേട്ടനും പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. ടീച്ചർ ആ പാട്ട് കേട്ടിരുന്നോ? ഞാനിപ്പോൾ ഈ എവിടുന്ന് ഒറ്റമുറ്റക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോ കഷ്ണം വരുന്നത് അത് കേട്ടിട്ടില്ല. ഈ വരിയുടെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്, ഈ വരിയുടെയൊക്കെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ടീച്ചർക്ക് എന്താ മനസ്സിലായേ? മനസ്സിലായത് കാരണം ഞാൻ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഞാൻ മറ്റല്ല എന്ന് മനുഷ്യനാണ് അല്ലേ. അപ്പം അതിൽ അത് പറയാതെ ചില ജാതി അതിൽ ബാക്കി ജാതിയൊന്നും പെടുത്തിയില്ല. പാണനല്ല, പറയാനല്ല, പുലയനല്ല, നായരല്ല, നമ്പൂരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ, നീ എൻ്റെ തമ്പ്രാനും അല്ല. ഇന്ന് ആരാണ് തമ്പ്രാൻ? ഇന്ന് അധികാരമുള്ളവനാണ് തമ്പ്രാൻ, ഇന്ന് കാശുള്ളവനാണ് തമ്പ്രാൻ. ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി മറ്റേ എന്താന്ന് പറയണ്ടത്, മുഖ്യമന്ത്രിയെ കണ്ട് വണങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. തന്ത്രിക്കെതിരെ കേസ് പോയി, തന്ത്രി വലിയ കൊമ്പത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടാൽ വണങ്ങിയ, മുഖ്യമന്ത്രിയുടെ ജാതി നോക്കിയിട്ടില്ല. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള പിന്നെ സർക്കാരാണ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്ത്രി ആയാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, മന്ത്രിക്ക് മുന്നിൽ വണങ്ങി നിൽക്കണം. ഇന്ന് അധികാരമാണ് തമ്പ്രാക്കന്മാര്, ഇന്ന് പണമാണ് തമ്പ്രാക്കന്മാര്, ജാതിയല്ല, മതമല്ല. ആള് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും ആ ഒരു വേർതിരിവുണ്ട്, അത് മാറ്റണം, മനുഷ്യനാണ്. ഞാൻ വേർതിരിവുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഞാൻ അന്നേ പറഞ്ഞു, എൻ്റെ ചെറിയ മകൻ്റെ വയസ്സ് പോലും ആ കുട്ടിക്കില്ല. എൻ്റെ ചെറിയ മകൻ DPEP തുടങ്ങിയ വർഷമാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. അപ്പോൾ അത്രയും DPEP എന്ന് പറഞ്ഞാൽ ജനകീയമായിട്ട് വിദ്യാലയങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് DPEP ഒക്കെ അല്ലേ. അതിൻ്റെ പാഠ്യപദ്ധതിയെ പറ്റി എതിർപ്പുണ്ടെങ്കിൽ ഈ ജനകീയ പങ്കാളിത്തത്തെ എനിക്കൊക്കെ ബഹുമാനമാണ്. ആ DPEP ഒക്കെ തുടങ്ങിയതിന് ശേഷം ഈ കുട്ടി പഠിച്ച സ്കൂളിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് അധ്യാപകനാണെന്നറിയണം. ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഉണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം. സംശയമില്ല കാര്യത്തിൽ. അദ്ദേഹത്തിന് പിന്നെ സർക്കാർ ശമ്പളം പറ്റിക്കൊണ്ട് തുടരാൻ അർഹതയില്ല. അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കണവർക്കെതിരെ. ഏതെങ്കിലും ഒരാൾ ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ ഒരു വിദ്യാലയത്തിൽ ആരോടെങ്കിലും വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ അധ്യാപകർ ഒരു വടിയെടുത്തു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഇതിന്റെ പേര് കേസ് കൊടുത്തൂടെ? എത്ര അധ്യാപകർ കോടതി കയറി ഇറങ്ങുന്നു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴും ഇക്കാലത്തും SC/ST കുട്ടികൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് അവർക്ക് മാത്രം സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ജോലി മുന്നേ കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാ? അവരെ കൈപിടിച്ച് ഉയർത്താൻ, അതല്ല പറഞ്ഞ മാറ്റി നിർത്താനല്ല, ഉയർത്തരുത് എന്നല്ല, ഉയർത്തണം. അപ്പോഴും അവരെക്കാളും പാവപ്പെട്ടവരും കൂടെ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെക്കാളും കുറച്ചും കൂടി ഉള്ളവരായിരുന്നു SC/ST-ക്കാർ. അവർക്ക് അത്തരത്തിലുള്ള സ്കോളർഷിപ്പും പഠിക്കാനുള്ള കാര്യങ്ങളും കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടാതെ അത് കുട്ടിയുടെ തെറ്റിദ്ധാരണയാണ്. എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ടല്ല ഒരാളുടെ മുന്നോട്ടുള്ള വളർച്ചയെ പുഷ് ചെയ്യുന്ന അല്ല, ജാതിയല്ല, അതിന് ചില സാമൂഹ്യ വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഇന്നലെകളിൽ അവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഇന്നലെകളിൽ ഈ പറഞ്ഞ അയിത്തവും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം കൊണ്ട് അവരെ പുഷ് ചെയ്യാൻ പറ്റില്ല. കുട്ടി ഏത് സമുദായത്തിൽപ്പെട്ടതാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് ചില സ്ഥിതിവിവര കണക്കുകൾ ഞാൻ പറയാം. അവരെന്തുകൊണ്ട് കൈപിടിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് എന്തുകൊണ്ട് നമ്മൾ സംവരണം കൊടുക്കണം എന്നുള്ളതിന് ഒറ്റ ഉദാഹരണമാണ്. ഇപ്പം ഈ കേരളത്തിൽ ഉള്ള കച്ചവട സ്ഥാപനങ്ങൾ, അതിൻ്റെ ഒന്ന് ഓണർഷിപ്പ് നോക്കുക. 0.5% പോലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ അല്ല. കേരളത്തിലെ ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒന്നുപോലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉടമസ്ഥതയിലില്ല. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ ആളുകൾ 1% പോലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരില്ല. ഇങ്ങനെ സ്വന്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മേഖലയിലും അവരില്ല. അതിന് കാരണം അവർക്കിപ്പോഴും ഒരു കൈ കൊടുത്താലേണ് അവരിങ്ങോട്ട് വരൂ എന്നാണ്. അതാണ് സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറഞ്ഞത്. ആ സാമൂഹ്യ അന്തരീക്ഷം അത് ഇന്നലെകളിലെ ചില കാര്യങ്ങളെ കൊണ്ടൊരു പക്ഷെ അവരിൽ ഇപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെട്ട അപകർഷതാബോധം കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും വേണ്ടത്ര അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാകാം. ആ കിട്ടാത്തവരെ ഒന്ന് കൈപിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അവരെത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 10% സംവരണം കൊടുത്തിട്ടും അതിൽ 1.5% പാസ്സായി പോകുന്നുള്ളൂ. എന്തുകൊണ്ട്? അപ്പോൾ അവർക്ക് ഇപ്പോഴും ചില വിഷയങ്ങളുണ്ട്. ആ വിഷയം ഇതേപോലെ സ്റ്റേജ് മക്കറി കാറിക്കൂവിയാൽ തീരണ വിഷയമല്ല. ആ വിഷയം അവരോടൊപ്പം നിന്ന് തന്നെ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. അവർക്ക് കൂടുതൽ കോച്ചിങ്ങുകൾ കൊടുക്കണം, ആത്മവിശ്വാസം കൊടുക്കണം. നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലാന്ന് പറയണം. നിന്നെ കൊള്ളില്ല നീ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ കുട്ടിക്ക് പിന്നെ വല്ലതിനും പറ്റുമോ? ഇപ്പോൾ കുട്ടി ഇൻ്റർവ്യൂ എടുത്തു അല്ലേ, ഒരു 4 ആൾ കാണാൻ എൻ്റെ കുട്ടി ഇത് എന്ത് ഇൻ്റർവ്യൂ ഇങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചാൽ അടുത്ത ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ കുട്ടി പതറില്ലേ അല്ലേ? നേരെ മറിച്ച് കുട്ടി നന്നായിട്ടുണ്ട് കേട്ടോ അല്ലേ, കാണുന്നവരൊക്കെ കൊള്ളാട്ടോ, ആ ചോദ്യം നന്നായിരുന്നു, ആ പറഞ്ഞ അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്.
അപ്പം ഇങ്ങനെ സമുദായങ്ങളെ നിങ്ങൾ കൊള്ളരുന്നേ പാണനല്ല പറയനല്ല ഞാനത് അവരെ പിന്നോട്ടല്ല തള്ളേണ്ടത്, മുന്നോട്ട് ആഞ്ഞു വരാൻ വലിക്കാനുള്ള ഒരു ആശയം കൂടി ആയിരുന്നില്ലേ? അല്ല, മുന്നോട്ട് വലിക്കാൻ ഈ പറഞ്ഞ പോലെ കുട്ടിയെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കുട്ടി മുന്നോട്ട് വരുമോ? ഇപ്പം എൻ്റെ പ്രസംഗം എന്നോട് പറ്റാളെങ്കിൽ ഇത് എന്തെന്ന് വെച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം സ്റ്റേജിമ കയറാൻ തോന്നില്ല. അപ്പോൾ ആത്മവിശ്വാസമാണ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ സ്ത്രീ എല്ലാ വിഷയത്തിലും നമ്മൾ തെറ്റിപ്പോയി. സ്ത്രീകളോട് എന്താ പറഞ്ഞത്? നിങ്ങളെ ശാക്തീകരിക്കാം, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ. അതിൻ്റെ അർത്ഥം എന്താ? ആർക്കാ ശക്തി കൊടുക്കേണ്ടത്? ശക്തി ഇല്ലാത്തവർക്ക്. നിങ്ങൾ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമ്മളിലെത്തുന്ന ധാരണ എന്തോ നമുക്കൊരു ശക്തിയില്ല, ഇവരൊക്കെ കൂടെ വല്ല ഗ്ലൂക്കോസും കയറ്റിയാൽ നമ്മളൊന്ന് എണീറ്റ് നിൽക്കാം അല്ലേ? നേരെ മറിച്ച് ഭാരതം അവരോട് പറഞ്ഞു നീ ശക്തിയാണ്. ഭാരതത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, ആദിപരാശക്തിയായിട്ടാണ് പറയുക. അത് ശക്തി ഉണ്ടോ എന്നല്ലതല്ല, പക്ഷെ അവളോട് പറയുന്നു നീ ശക്തിയാണ്, നീ ശക്തിയാണ്, നീ ശക്തിയാണ്. അതുണ്ടാക്കുന്ന ആത്മവിശ്വാസം പോലെയല്ല നിനക്ക് ശക്തിയില്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് ശക്തി തരാം. ഇതെടുത്തുള്ള നിയമം കൊണ്ട് ശാക്തീകരിക്കാം, ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് ശാക്തീകരണം. അവൾ ശക്തിയാണ് എന്ന ആത്മവിശ്വാസമാണ്. എന്നിൽ കരുത്തുണ്ട് എന്ന് എനിക്ക് തോന്നാത്തിടത്തോളം കാലം എനിക്ക് ആനയുടെ കരുത്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ ടീച്ചർ എന്തായാലും ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചർ ശശികല എന്ന ടീച്ചറിന് ഒരു ഇരട്ട പേരുണ്ട് എന്ന് പലയിടത്തുനിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ പേര് വന്നതും? എനിക്ക് ശശികല എന്ന പേര് പോലും എനിക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് വേറെയുണ്ട്. എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ സ്കൂളിൽ പോലും ആ പേര് അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ ഈ സംഘടനാ രംഗത്ത് സജീവമായതിന് ശേഷമാണ് ഈ നാട്ടുകാർക്കൊക്കെ ഞാൻ ശശികലയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുപോലെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനും അവർക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കൊക്കെ ഇരട്ട പേരിടും. ഒന്നിനും പോവാത്ത ഒരു അധ്യാപകന് ഇരട്ട പേരുണ്ടാവില്ല. കുട്ടികളോടൊപ്പം നിന്ന് അവരുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് അവരെ ഒരല്പം വഴക്കൊക്കെ പറഞ്ഞ് അവരെ നന്മയുടെ വഴിയിലേക്ക് നീക്കുന്ന അധ്യാപകർക്കായിരിക്കും ഇരട്ട പേരുണ്ടാവുക. ഞാൻ ആ ഇരട്ട പേര് ആസ്വദിക്കുന്നു. അതെനിക്കുള്ള അംഗീകാരമായി ഞാൻ അത്തരത്തിലൊരു ഇരട്ട പേര് വന്നത് വിളിക്കേണ്ടവരല്ലേ തീരുമാനിക്കേണ്ടത്, എനിക്കല്ലല്ലോ. എനിക്ക് എന്നെ നിങ്ങൾ ഇന്നത് വിളിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. വിളിക്കുന്നവരെന്തെങ്കിലും കണ്ടു കാണും, അതിലെന്തെങ്കിലും സത്യം ഉണ്ടാകും. സത്യം എന്ന് വിചാരിച്ചോട്ടെ. വിഷത്തിന് വിഷം തന്നെ അമൃതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷത്തിന് വിഷം തന്നെ അമൃതം. ക്യാൻസർ കോശങ്ങൾക്ക് നിങ്ങൾ സാധാരണ മറ്റേ പെൻസിലും കുത്തിവെച്ചാൽ ക്യാൻസർ കോശങ്ങൾ നശിക്കില്ല. ക്യാൻസർ കോശങ്ങൾക്ക് നശിപ്പിക്കാൻ കുത്തിവെക്കുന്നത് കടുത്ത വിഷമാണ്. ആ വിളിക്കുന്നതിൽ മറ്റൊരു അർത്ഥം കടുത്ത വിഷ അല്ലേ? ക്യാൻസർ കോശങ്ങൾ നശിക്കണമെങ്കിൽ കടുത്ത വിഷമാണ് കുത്തിവെക്കുന്നത്. അത് ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും സെല്ലിൽ പെട്ട് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ പണി തീരും. അപ്പോൾ അതുകൊണ്ട് വിഷത്തിന് വിഷം തന്നെയാണ് അമൃതം. ആ വിളിക്കുന്നതിൽ മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്, ഒളിഞ്ഞിരുന്ന് വിഷം ചീറ്റുന്നു എന്നൊരു. എങ്ങനെ ഒളിക്കുന്നു? ഞാൻ ഒരു രഹസ്യ മീറ്റിങ്ങിലും പോകുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പബ്ലിക് ഡൊമൈനിലല്ലേ. ഞങ്ങളിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന പല സംഘടനകളുണ്ട്, പക്ഷേ ഹിന്ദു ഐക്യവേദി പൊതുജന രംഗത്ത് നിൽക്കുന്ന സംഘടനയാണ്. ഞാൻ ഒരു രഹസ്യ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നില്ല. ഞാൻ ഒരു യൂട്യൂബ് പ്രസംഗം പോലും ഞാൻ ഇടുന്നില്ല. ഉണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ ഒളിഞ്ഞിരുന്ന് എന്നെ കാണാതെ ഞാൻ അതുപോലെ ഞാൻ ഒറ്റ പ്രസംഗം ഇന്ന് വരെ അപ്ലോഡ് ചെയ്തിട്ട് വിട്ടിട്ടില്ല. ഞാൻ എൻ്റേതായിട്ട് ആരെങ്കിലുമൊക്കെ കേട്ടോര് വിടുക എന്നല്ലാതെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പ്രസംഗിക്കുന്നത് പൊതുവേദിയിലാണ്. പിന്നെ അതെങ്ങനെ ഒളിഞ്ഞിരുന്നിട്ടാന്ന് പറയുന്നത്? പൊതുവേദിയിലാണ്. നിഷേധിക്കാം. അവിടെ വേണ്ടത് ടീച്ചർ പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ തെറ്റ് സ്ഥാപിക്കണം. അതാണ് എന്നോടുള്ള വെല്ലുവിളി. മറ്റേ ഇതൊക്കെ ഞാൻ പുഷ്പ പോലെ എടുക്കുകയല്ലേ. ഇതെനിക്ക് വീണ്ടും പുഷപ്പാണ്. കാരണം ഞാൻ പറഞ്ഞത് എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട്, കൊള്ളണ്ടോടത്ത് കൊള്ളുന്നുണ്ട്. ഒരു മാവിന് കല്ലെറിഞ്ഞാൽ കൊണ്ടാലേ കുലുങ്ങുള്ളൂ, മാവുമ്മ കൊണ്ടാലേ കുലുങ്ങുള്ളൂ. അത് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും പറയുന്നത്, കൊള്ളേണ്ട അടുത്ത് കൊള്ളുന്നുണ്ട്, പൊള്ളണ്ടവർക്ക് പൊള്ളുന്നുണ്ട്. അതന്നെയല്ലേ എൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് ഞാൻ പ്രസംഗിച്ച് കാശ് മേടിക്കാനാ, യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാനാ അല്ലല്ലോ. എൻ്റെ ഉദ്ദേശം കൊള്ളേണ്ട അടുത്ത് കൊള്ളണം എന്ന് തന്നെയാണ്. അതെ, അപ്പൊ കൊള്ളേണ്ട അടുത്ത് കൊള്ളോണ്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം.